താൻ എന്നെ പഠിപ്പിക്കണ്ട. എപ്പ ഇന്ന ആവണം എപ്പ ഔട്ട് ആവണം അതെനിക്കറിയാം. തൊപ്പി തെറിക്കരുത് സാർ. ആരോടാടോ ആ CI ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ആർക്കറിയാം സാർ, ഏത് നേരവും ഇത് തന്നെയാ പണി. ഒന്നുകിൽ ഫോണിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാർ കാണും കൂടെ. ഒരു പണിയെടുക്കൂല. സാറ് കടന്നുപോയത് അറിയാഞ്ഞിട്ടൊന്നല്ല, ഭയങ്കര പുച്ഛമാ സീനിയേഴ്സിനോട്. സാറില്ലാത്ത സമയത്ത് സാറിനെ കഴുതാന്നും ചെറ്റാന്നും ഒക്കെ ആ സംബോധന ഭയങ്കര നകളിപ്പാ. അയാളോട് വരാൻ പറയും. യെസ് സാർ. ഓഹോ സാർ പാല്. പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി, ഞാനിതൊന്ന് വായിക്കട്ടെ. അതൊന്നും എടുക്കടോ. ഹലോ ഹലോ. ഓ ഹലോ. ഓ ഇയാളെ നിനക്ക് തൊള്ളുറക്കണേ. സാർ ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ബെല്ലടിക്കുന്നത് അതിലല്ലേ? ഇതോ? ഹലോ. ഇതില് കേൾക്കുന്നുണ്ട് സാർ. എന്താ കാര്യം ചോദിക്കടോ? എന്താ കാര്യം? DYSP സാറോ ഇവിടെ ഉണ്ടല്ലോ? അയ്യോ ഇവിടില്ല വായിക്കാനും സമ്മതിക്കണില്ലോ ഈ പിശാചുക്കള്. പിശാചെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട സാർ. ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാച്. അതെന്താ അവിടെ മാത്രം ഇങ്ങനെ പിശാച് വന്നേ? സാർ പിശാചുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും സാർ. അയ്യോ ഷൗട്ടുമേൻ. കൊറേ നേരമായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഡിപ്പാർട്ട്മെന്റിലെ ഫോൺ കണ്ണി കണ്ടവരോട് സൊള്ളി സമയം കളയാനുള്ളതല്ല. എപ്പം നോക്കിയാലും ആ ഫോൺ തന്റെ ചെവി തന്നെയാണല്ലോ. പിന്നെ റിസീവർ എവിടെയാണ് സാർ? റിസീവർ തന്റെ കാലിന്റെ. എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട. ആരായിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നത്? എന്റെ ഒരു സുഹൃത്തായിരുന്നു. എന്നെ പോലെ വിവരവും കഴിവുള്ള സീനിയേഴ്സിനെ പുച്ഛിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ല അല്ലേ? ഇല്ല സാർ. എന്താ പറഞ്ഞേ? അല്ല, പുച്ഛിച്ച് സംസാരിക്കാറില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. താനിപ്പോ ഏത് കേസാണോ അന്വേഷിക്കണേ? ക്രൈം 27/1991. അതെന്തൊക്കെ കേസാണോ? ഫയൽ കൊടുത്തൂടാ. തറക്കുത്തരെ പറയൂല്ലേ? ചോദ്യം അങ്ങനെ ആയാൽ. ഡോണ്ട് ടച്ച് മീ. സാറിന് വല്ലതും പറ്റിയോ? ഓ എന്തൊരു ജന്മം.